ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നേരിടേണ്ടി വന്നെന്ന് CPIM ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. കോഴിക്കോടും കൊല്ലത്തും സമ്പൂർണ്ണ മേധാവിത്വമില്ല. തൃശൂരിൽ തിരിച്ചടിയെന്നും പാലായിൽ ജോസ് കെ മാണിയും ആറന്മുളയിൽ വീണ ജോർജും വിജയിക്കുമെന്നും കണക്കുകൂട്ടൽ. കീഴ്ഘടകങ്ങളുടെ റിപ്പോർട്ട് നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തും. മുൻകാലങ്ങളിലേതുപോലെ വടക്കൻ ജില്ലകളിലും കൊല്ലത്തും സമ്പൂർണ്ണ ആധിപത്യമില്ലെന്നാണ് CPIM ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. കാസർഗോഡ് ജില്ലയിൽ സിറ്റിംഗ് സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നു. തൃക്കരിപ്പൂരിൽ ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി. 4900 വോട്ടിന്റെ ഭൂരിപക്ഷം നേടും. പുതുമയിൽ 1500 വോട്ടിന് പിന്നിലാകും. കാസർഗോഡ് മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ 40,000-ലേറെ വോട്ട് നേടുമെന്നും മഞ്ചേശ്വരത്ത് പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടാവില്ലെന്നും വിലയിരുത്തലുണ്ട്. മലപ്പുറത്ത് പൊന്നാനിയിലും തവനൂരും മാത്രമാണ് വിജയപ്രതീക്ഷ. സിറ്റിംഗ് സീറ്റായ താനൂരിൽ പരാജയപ്പെടും. തിരൂരിൽ വി അബ്ദുറഹ്മാൻ കടുത്ത മത്സരം നടത്തിയെങ്കിലും വിജയമുറപ്പില്ല. കൊല്ലം ജില്ലയിൽ 6 മുതൽ 9 വരെ സീറ്റ് നേടുമെന്നാണ് വിലയിരുത്തൽ. കൊല്ലം, ചവറ, കുന്നത്തൂർ, കുണ്ടറ, പത്തനാപുരം മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്നു. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ 7000 വോട്ടിന് വീണ ജോർജ് വിജയിക്കുമെന്ന് ജില്ലാ നേതൃത്വം പ്രതീക്ഷിക്കുന്നു. കോന്നിയിൽ 8000 വോട്ടിന് ജയിക്കും. തിരുവല്ലയിലും റാന്നിയിലും 5000 വോട്ടിന് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. കോട്ടയം ജില്ലയിൽ നിലവിലുള്ള 5 സീറ്റുകൾ നിലനിർത്തുമെന്നും പാല ഉൾപ്പെടെ 6 സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് വിലയിരുത്തൽ. തൃശൂരിൽ തിരിച്ചടിയെന്നാണ് കണക്കുകൂട്ടൽ. തൃശൂർ, മണലൂർ, വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ നഷ്ടമാകും. ഗുരുവായൂരിലും കൊടുങ്ങല്ലൂരിലും ഇഞ്ചോടിഞ്ചെന്നും വിലയിരുത്തൽ. എറണാകുളം ജില്ലയിൽ 6 സീറ്റുകളിൽ വിജയിക്കുമെന്നും തൃപ്പൂണിത്തുറ പിടിച്ചെടുക്കുമെന്നും CPIM കണക്കുകൂട്ടുന്നു. കോഴിക്കോട് ജില്ലയിൽ 8 സീറ്റുകളിൽ കടുത്ത വെല്ലുവിളി നേരിട്ടതായും 5 സീറ്റുകൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തൽ. ബേപ്പൂർ, ഏലത്തൂർ, കൊയിലാണ്ടി, കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത് മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നാണ് പ്രതീക്ഷ. വടകര, KK രമയിൽ നിന്ന് പിടിച്ചെടുക്കാനാകില്ലെന്നും നിഗമനം. പാലക്കാട് ജില്ലയിലെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തും. ഇടുക്കിയിൽ പീരുമേട് നഷ്ടപ്പെട്ടേക്കാമെന്നും ഇടുക്കിയും ഉടുമ്പൻചോലയും ഉറപ്പെന്നും CPIM വിലയിരുത്തുന്നു. ദേവികുളത്ത് നേരിയ ഭൂരിപക്ഷം. തൊടുപുഴ UDF നിലനിർത്തുമെന്നും CPIM കണക്കുകൂട്ടുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച T പുരുഷോത്തമന്റെ വീടാക്രമിച്ച് വണ്ടി കത്തിച്ച സംഭവത്തിൽ 2 CPIM പ്രവർത്തകർ അറസ്റ്റിൽ. സുധീഷ്, അജയ് കൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അജീഷ് ജയകുമാറുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, അന്ന് നമ്മൾ പുരുഷോത്തമനോട് ചോദിച്ചപ്പോഴും കുഞ്ഞികൃഷ്ണന്റെ ബൈറ്റ് എടുത്തപ്പോഴുമെല്ലാം ഇങ്ങനെ CPIM പ്രവർത്തകരാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ 2 CPIM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ. ഇന്ന് വൈകിട്ടാണ് ഈ 2 CPIM പ്രവർത്തകരെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സുധീഷ് DYFIയുടെ പയ്യന്നൂർ വെസ്റ്റ് മേഖല പ്രസിഡന്റാണ്. അജയ് പയ്യന്നൂർ വെസ്റ്റ് മേഖല എക്സിക്യൂട്ടീവ് അംഗമാണ്. 2 പ്രാദേശിക പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പോളിംഗ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് T പുരുഷോത്തമന്റെ വീട്ടിൽ കയറി വീടിന് മുറ്റത്തുണ്ടായിരുന്ന വാഹനം കത്തിക്കുകയും വീട്ടിന്റെ ജനലുകൾ എറിഞ്ഞു തകർക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇത് അന്ന് തന്നെ V കുഞ്ഞികൃഷ്ണനും ഈ പുരുഷോത്തമനും ആരോപിച്ചിരുന്നത് CPIM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ്. അതിനുശേഷവും പയ്യന്നൂരിൽ പല സ്ഥലങ്ങളിലും അക്രമ സംഭവങ്ങളുണ്ടായി. ഇന്ന് വൈകിട്ട് ADMന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഒരു സമാധാന യോഗവും ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നു. അതായത് ഈ അക്രമ സംഭവങ്ങളിൽ പ്രതികളെ എത്രയും വേഗം പിടികൂടുമെന്നും അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും പോലീസും ഉറപ്പ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളൊന്നും നടത്തില്ല എന്ന് നേതാക്കളെല്ലാം ഈ സമാധാന യോഗത്തിൽ പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച T പുരുഷോത്തമന്റെ വീടാക്രമിച്ച് വണ്ടി കത്തിച്ച സംഭവത്തിൽ 2 CPIM പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ. കുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കാതെ CPIM നേതാക്കൾ. ഹാജരാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടത്തിയതെന്ന നിലപാടിലാണ് CPIM. അതേസമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തിയെന്ന് കാണിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ മാസം 11-നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് അന്നുതന്നെ വിവാദമുയർന്നിരുന്നു. എന്നാൽ വിവാഹത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതോടെ കേരള സ്റ്റോറി എന്ന് അവകാശപ്പെട്ട CPIM പ്രതിരോധത്തിലായി. ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ചാണ് വിവാഹം നടത്തിയത് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്നത്തെ ലക്ഷ്യമായിട്ട് വിവരം വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. അടിസ്ഥാനം ആധാർ കാർഡായിരുന്നു. അന്ന് മുന്നിൽ നിന്ന് നേതാക്കൾ ആരെയും വിഷയം വന്നതിന് ശേഷം അതെനിക്കറിയില്ല.
ഇപ്പോൾ വേറെ വിവരമുണ്ടെങ്കിൽ അപ്പോൾ നോക്കട്ടെ. വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാരാണ് കേസെടുത്തിട്ടുള്ളത്. മധ്യപ്രദേശ് സർക്കാർ ഈ വിവാദത്തിന് എതിരായിരുന്നു. അതാണോ യാഥാർത്ഥ്യം, അതോ ഇതിൻ്റെ ഒറിജിനൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടൊരു അന്വേഷണം നടത്താതെ നമ്മൾ ചാടിക്കയറി അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. എന്ത് കിട്ടിയാലും മതേതരത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനുള്ള തിരിച്ചടിയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. CPM-നെ പോലെയുള്ള മൂഢ രാഷ്ട്രീയം നടത്തുന്ന പാർട്ടികളുണ്ടല്ലോ, എന്ത് കിട്ടിയാലും അങ്ങ് വിഴുങ്ങി ഇവിടെ മതേതരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നാറിയ രാഷ്ട്രീയം, അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഇത്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ മേൽത്തോട്ടത്തിലാണ് നിലവിൽ പോലീസ് കേസ് അന്വേഷിക്കുന്നത്. പെൺകുട്ടിയും വിവാഹം കഴിച്ച യുവാവും എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെയായിട്ടില്ല. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിവാഹം നടത്തിയതെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ കേരളത്തിലും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സഭയ്ക്കും ബിഷപ്പുമാർക്കുമെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ BJP നേതാക്കളായ PC ജോർജിനും ഷോൺ ജോർജിനും പരോക്ഷ മറുപടിയുമായി കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക. മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി വന്നാലും ഇനിയും നിലപാട് പറയുമെന്നാണ് ദീപികയുടെ മുഖപ്രസംഗം. അതേസമയം പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്ന് PC ജോർജും ഷോൺ ജോർജും വ്യക്തമാക്കി. യുദ്ധത്തിന്റെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ വിമർശിച്ച ലിയോ 14 മാർപ്പാപ്പയെയും ജോസഫ് സ്റ്റാലിനെതിരെ നിലപാട് സ്വീകരിച്ച 11 പിയൂസ് മാർപ്പാപ്പയെയും ചൂണ്ടിക്കാട്ടിയാണ് PC ജോർജിനും ഷോൺ ജോർജിനും ദീപികയുടെ മറുപടി. സൈന്യമുണ്ട്, ശബ്ദിക്കരുത് എന്നാണ് ഏകാധിപതികൾ പറയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായ കവലച്ചട്ടമ്പിമാരും ഇങ്ങനെ പറയുന്നു. FCRയെ കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന് ചില രാഷ്ട്രീയ അവസരവാദികൾ പറയുന്നു. PC ജോർജിനെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കൾ. BJPക്കൊപ്പം നിന്നില്ല എങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെയും ദീപിക പത്രത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കളയാം, വരുതിക്ക് കൊണ്ടുവന്ന് കളയാം എന്നുള്ള നിലപാട് കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്ന ഒന്നല്ല. എന്നാൽ നിലപാടിൽ മാറ്റമില്ലെന്ന് PC ജോർജും ഷോണും പറയുന്നു. പക്ഷം പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സഭയുടെ മുഖപത്രമെന്ന വ്യാജേന അത് നടത്തിയതിനെയാണ് ഞാൻ വിമർശിച്ചത്. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല, സഭയുടെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും, ഇനിയും പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ പരാമർശങ്ങളിൽ അകലം പാലിച്ചെങ്കിലും PC ജോർജിനെ തള്ളാതെയാണ് ഇന്ന് BJP നേതൃത്വത്തിന്റെ പ്രതികരണം. അത് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഷോണിനുണ്ട്. ഷോണ് അദ്ദേഹത്തിന്റെ ആ സ്വാതന്ത്ര്യം, ജനാധിപത്യ രീതിയിലുള്ള ആ സ്വാതന്ത്ര്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. വിവാദങ്ങൾക്കിടെ PC ജോർജ് പാലാരൂപതയിൽ സന്ദർശനം നടത്തി. 100ാം പിറന്നാൾ ആഘോഷിച്ച ബിഷപ്പ് ജോസഫ് പള്ളിക്കപ്പറമ്പലിനെ കാണാനാണ് PC ജോർജ് എത്തിയത്. 24 കോട്ടയം. പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ പരാതി ഉന്നയിച്ച ആലപ്പുഴയിലെ വനിതാ നേതാവിനെ സസ്പെൻഡ് ചെയ്ത് BJP. തുടർച്ചയായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കാണിച്ചാണ് ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു വിനയകുമാറിനെതിരെ നടപടിയെടുത്തത്. വോട്ടിന് പണം നൽകിയ സംഭവം തന്റെ തലയിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കാണിച്ച് ബിന്ദു വിനയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ശോഭാ സുരേന്ദ്രനും ബിന്ദു വിനയകുമാറും തമ്മിലുള്ള ഫോൺ സംഭാഷണം നേരത്തെ പുറത്തുവന്നിരുന്നു. ശോഭാ സുരേന്ദ്രനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിനു പിന്നാലെയാണ് ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു വിനയകുമാറിനെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. തുടർച്ചയായ അച്ചടക്ക ലംഘനം നടത്തിയെന്നാണ് നടപടിയെടുത്തതിൽ BJPയുടെ വിശദീകരണം. പാലക്കാട്ടേക്ക് പണവുമായി ആളെ വിട്ടത് ബിന്ദു ആണെന്ന് പറഞ്ഞായിരുന്നു ശോഭയുടെ ഭീഷണി. ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്. നീയല്ലേ ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. തെളിയിക്കും. ആലപ്പുഴയിൽ നിന്നുള്ള കാറിലല്ലേ അവള് വന്നത്? നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് ബിന്ദു വിനയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പണപ്പിരിവ് നടത്തുന്നുവെന്നും ബിന്ദു ആരോപണം ഉന്നയിച്ചു. ശോഭാ സുരേന്ദ്രൻ പക്ഷത്തെ എതിർത്തതിന്റെ വൈരാഗ്യമാണ് തന്നെ കേസിലേക്ക് വലിച്ചിഴക്കാൻ കാരണമെന്നും ബിന്ദു പറഞ്ഞു. യാതൊരു തെളിവുകളും ഇല്ലാതെ ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്ത ഈ ഒരു സംഭവം ഇത്രയധികം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഇതിൻ്റെ കുറ്റം ആരുടെയെങ്കിലും തലയിൽ വെച്ച് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ഗൂഢാലോചനയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴ BJPയിലെ വിഭാഗീയതയാണ് പുതിയ വിവാദത്തിനു പിന്നിൽ. 24 ആലപ്പുഴ.
അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടി. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അധ്യാപകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ചക്കരയ്ക്കൽ പോലീസിൽ പരാതി നൽകി. ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത്, ചാടി മരിച്ചതും. ഈ കെട്ടിടത്തിന് ഏത് നിലയിൽ നിന്നാണ് നിതിൻ രാജ് ചാടിയതെന്ന് ദൃക്സാക്ഷികൾക്ക് പോലും വ്യക്തമല്ല. 21.5 വയസ്സ് വരെ വളർത്തി. അവ ആർക്കും ഒരിതായി ഈ കേരളം മൊത്തം നിങ്ങൾ ഈ നാട് മൊത്തം ചുറ്റിക്കെട്ടി നോക്കി എന്നെ ആർക്കും ഒരു ശല്യമല്ല. ഒരു കഞ്ചാവ് അടിയാ, ഒരു വെള്ളം അടിയാ, ഒരു മീഡിയം അടിയാ, അവൻ പഠിത്തം ഈ ഒരൊറ്റ കാര്യം. സീനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തത്, അവന് നിക്കറിട്ടൂടാ, പാൻറ്റിട്ടൂടാ, ബന്നി ഇട്ടൂടാ, അവന് തലമുടി വെട്ടിക്കൂടാ, എല്ലാം അവർ പറയും പോലെ ചെയ്യണം. അവിടെ ഒരു HOD ഉണ്ട്, റാമെന്ന് പറയുന്നത്. പുഴത്തെ പട്ടിയെ പോലെയാണ് നിന്നെ കാണുന്നതെന്ന് പറഞ്ഞ അവനെ പല ദിവസവും പിള്ളേരെ മുമ്പ് അപമാനിച്ചു. മകനെ അധ്യാപകർ ജാതിപരമായി അധിക്ഷേപിച്ചെന്നും സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കിയെന്നും രക്ഷിതാക്കൾ ആരോപിച്ചതിന് പിന്നാലെയാണ് അധ്യാപകർക്കെതിരെ നടപടിയുണ്ടായത്. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റ് അന്വേഷണ സമിതി രൂപീകരിച്ചു. പോലീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഇതുവരെ റാഗിംഗ് പരാതികളൊന്നും ലഭിച്ചില്ലെന്നുമാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് ചക്കരയ്ക്കൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇന്നലെ ഉച്ചയ്ക്കാണ് തിരുവനന്തപുരം സ്വദേശിയായ നിതിൻ രാജ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. 24 കണ്ണൂർ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഇനി 10 നാൾ മാത്രം. DMK മുന്നണിക്ക് 234 സീറ്റുകളിലും വിജയസാധ്യതയെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. TVK അധ്യക്ഷൻ വിജയ് ഇന്ന് കടലൂരിൽ നടത്താനിരുന്ന പര്യടനം റദ്ദാക്കിയിരുന്നു. വൈകിട്ട് 4-ന് പുതുക്കോട്ടയിലും 5-ന് തിരുപ്പത്തൂരിലുമാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഇന്നത്തെ പര്യടനം. 234 മണ്ഡലങ്ങളിലും DMK സഖ്യത്തിന് വിജയസാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ജനങ്ങളുടെ പിന്തുണ അത് തെളിയിക്കുന്നുവെന്നും MK സ്റ്റാലിൻ പറഞ്ഞു. ഓരോ മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ തന്നെ അണ്ണാ DMK സഖ്യത്തെ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട് MK സ്റ്റാലിൻ. DMKയുടെ അഴിമതിയും വികസന മുരടിപ്പും ലഹരി വസ്തുക്കളുടെ സംസ്ഥാനത്തെ ഒഴുക്കുമൊക്കെയാണ് അണ്ണാ DMK പ്രധാനമായും പ്രചരണത്തിൽ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി K പളനിസ്വാമി ചെന്നൈയിലെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് ഇന്ന് കടലൂരിൽ നടത്താനിരുന്ന പര്യടനം റദ്ദാക്കി. ഭരണപരമായ കാരണങ്ങൾ എന്നാണ് വിശദീകരണം. ചെന്നൈയിൽ നിന്ന് റോഡ് മാർഗം കടലൂരിലെത്താനായിരുന്നു വിജയുടെ പദ്ധതി. എന്നാൽ 175 കിലോമീറ്റർ റോഡിലൂടെ പോകുമ്പോൾ പ്രവർത്തകർ ഇരുചക്രവാഹനങ്ങളിൽ പിന്തുടരാനും അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട്. ഇതിനാലാണ് പരിപാടി റദ്ദാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ കാരക്കുടിയിലും വിജയുടെ വാഹനത്തെ പിന്തുടർന്നവർ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു. വിജയുടെ പ്രചരണത്തിന് അനുമതി നൽകിയിരുന്നതിനാൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന് ഇന്ന് കടലൂരിൽ പ്രചരണത്തിന് അനുമതി നൽകിയിരുന്നില്ല. TVK പ്രവർത്തകർ പൂർണ്ണമായും വീടുകളിലെത്തിയുള്ള ക്യാമ്പയിനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അധ്യക്ഷൻ വിജയ് അഭ്യർത്ഥിച്ചു. 24 ചെന്നൈ. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ. തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റെ പത്രിക തള്ളാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഗൂഢാലോചന നടത്തിയെന്ന് മമതാ ബാനർജി ആരോപിച്ചു. ബംഗാൾ തെരഞ്ഞെടുപ്പിൽ വാക്പോരും ആരോപണ പ്രത്യാരോപണങ്ങളും പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. സംസ്ഥാനത്തെ വികസന മുരടിപ്പും ക്രമസമാധാന തകർച്ചയും ചൂണ്ടിക്കാട്ടിയാണ് BJPയുടെ പ്രചാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതി ഭരണത്തെ തുറന്നുകാട്ടാൻ ധവളപത്രം പുറത്തിറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. पहले वोट के लिए लेप वाले धमकी देते थे, पर वही गुंडे TMC को वोट देने के लिए धमकी देने लगे. हथियार, नशे और मवेशियों की तस्करी, लेफ्ट का कट
कमीशन, सबका ठेका. ഭവാനിപ്പൂർ മണ്ഡലത്തിലെ തന്റെ സ്ഥാനാർത്ഥിത്വം അസാധുവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചുവെന്നാണ് മമതാ ബാനർജിയുടെ ആരോപണം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുകയാണെന്നും മമത വിമർശനമുയർത്തി. അതേസമയം കേന്ദ്രസേനയുടെ കനത്ത കാവലിൽ വോട്ടെടുപ്പ് സുഗമമാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. 24 ഡൽഹി. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ ഈ മാസം 15-ന് യോഗം ചേരും. കേന്ദ്ര സർക്കാരിന്റേത് പശ്ചിമബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നാണ് ആരോപണം. ബില്ല് ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം കൊണ്ടുവന്നാൽ മതിയെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ബില്ലിലെ വ്യവസ്ഥകളിലും അത് നടപ്പിലാക്കുന്ന സമയക്രമത്തിലും പ്രതിപക്ഷത്തിന് കടുത്ത വിയോജിപ്പുണ്ട്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മതി ബില്ല് നടപ്പിലാക്കൽ എന്ന നിലപാടിലാണ് മിക്ക പ്രതിപക്ഷ പാർട്ടികളും. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ നാടകമെന്നാണ് പ്രതിപക്ഷ വിമർശനം. കൂടിയാലോചനകൾ നടത്താതെ ബില്ല് കൊണ്ടുവന്ന കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. പാർലമെന്റിൽ സ്വീകരിക്കാനുള്ള നിലപാടുകൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച ഇന്ത്യ സഖ്യം യോഗം ചേരും. വ്യാഴാഴ്ച പാർലമെന്ററി പാർട്ടി നേതാക്കളും യോഗം ചേരുന്നുണ്ട്. വനിതാ സംവരണ നിയമത്തെ പ്രതിപക്ഷം നേരത്തെ ഒറ്റക്കെട്ടായി പിന്തുണച്ചതാണ്. എന്നാൽ ഇതിനെ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെടുത്തുന്നതിലാണ് ആശങ്ക എന്ന് കോൺഗ്രസ് അറിയിച്ചു. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടാത്തതും വിഷയത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 24 ഡൽഹി. ആകാശസീമകൾക്കപ്പുറം മനുഷ്യൻ നടത്തിയ ഐതിഹാസികമായ മറ്റൊരു യാത്രയ്ക്ക് ശുഭപര്യവസാനം. ചന്ദ്രനെ തൊട്ടരികെ കണ്ട് ചരിത്രം കുറിച്ച ആർട്ടിമിസ് 2 ദൗത്യസംഘം ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മടങ്ങിയെത്തി. പുലർച്ചെ 5:37-ന് സാന്റിയാഗോ തീരത്തെ പസഫിക് സമുദ്രജലത്തെ തഴുകി ഒറൈൻ പേടകം സുരക്ഷിതമായി ഇറങ്ങിയപ്പോൾ അത് മനുഷ്യരാശിയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ലഭിച്ച പുതിയൊരു ചിറകടിയായി മാറി. പത്തുനാൾ നീണ്ട ചാന്ദ്രദൗത്യത്തിന് ശേഷം ആർട്ടിമിസ് 2 ദൗത്യത്തിലെ 4 ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയെ തൊട്ടു. ഇന്ന് രാവിലെ സഞ്ചാരികളെ വഹിച്ച ഒറൈൻ പേടകം പസഫിക് സമുദ്രത്തിൽ പതിച്ചു. അരനൂറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മനുഷ്യൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി ഭൂമിയിലേക്ക് വിജയകരമായി മടങ്ങിയെത്തിയത്. ഇന്ത്യൻ സമയം ഏപ്രിൽ 2-ന് പുലർച്ചെ 4:05-ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു ചാന്ദ്രദൗത്യത്തിന് തുടക്കമായത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കുക്ക്, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൗത്യസംഘത്തിനുണ്ടായിരുന്നത്. ആദ്യ 2 ദിവസം 2 വട്ടം ഭൂമിയെ വലം വെച്ച ശേഷമാണ് ഒറൈൻ പേടകം ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഏപ്രിൽ 6-ന് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യരെന്ന റെക്കോർഡ് ആർട്ടിമിസ് 2 സഞ്ചാരികൾ നേടി. ഏപ്രിൽ 7-ന് 7 മണിക്കൂറോളം നീണ്ട ലൂണാർ ഫ്ലൈബൈയിൽ ചന്ദ്രന്റെ മറുപകുതിയിൽ കടന്നതോടെ മറ്റൊരു നാഴികക്കല്ലും സംഘം പിന്നിട്ടു. അന്ന് പുലർച്ചെ 4:32-ന് ചന്ദ്രനിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 6545 കിലോമീറ്ററിലും പേടകമെത്തി. 53 മിനിറ്റ് സമയം നീണ്ടുനിന്ന സൂര്യഗ്രഹണത്തിനും പേടകത്തിലെ സഞ്ചാരികൾ സാക്ഷികളായി. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തമായ ഓറിയന്റിലെ ബേസ് അഥവാ ഗ്രാൻഡ് കനൈൻ ഇതാദ്യമായി സഞ്ചാരികൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതും യാത്രയിലെ അപൂർവ അനുഭവമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളവരുമായും യാത്രയിൽ സഞ്ചാരികൾ സംസാരിച്ചു. അപൂർവമായ നിരവധി ചിത്രങ്ങളാണ് യാത്രയിൽ പകർത്തിയത്. ദൗത്യത്തിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യ വനിതയായി ക്രിസ്റ്റീന കുക്കും, ആദ്യത്തെ കറുത്തവർഗക്കാരനായി വിക്ടർ ഗ്ലോവറും, ആദ്യത്തെ അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയായി കനേഡിയനായ ജെറമി ഹാൻസനും മാറി. യാത്രയിൽ 4 പേർക്കും കൂട്ടായി ഒരു 5-മനുമുണ്ടായിരുന്നു, റൈസ് എന്ന ചെറുപാവ. അതിനകത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്ത 56 ലക്ഷം മനുഷ്യരുടെ പേരടങ്ങിയ മെമ്മറി കാർഡും. ഭാവിയിൽ മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന ആർട്ടിമിസ് 4 ദൗത്യത്തിന് മുന്നോടിയായി ഒറൈൻ പേടകത്തിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായി പരീക്ഷിക്കാനും ആർട്ടിമിസ് 2 ദൗത്യത്തിനായി. 2028-ൽ ആർട്ടിമിസ് 4 ദൗത്യത്തിലാണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കാൻ നാസ പദ്ധതിയിട്ടിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24.
തിരികെ വാർത്തയിലേക്ക്. പോക്സോ കേസിൽ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്ത HRDS സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. HRDSിലെ ജീവനക്കാരൻ നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെയാണ് അജി കൃഷ്ണനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. പോക്സോയും ഭാരതീയ ന്യായ സംഹിത 73-ാം വകുപ്പിന്റെയും അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലൈംഗികാതിക്രമത്തിന് ഇരയായ പെൺകുട്ടി സാകേത് കോടതിയിൽ ജഡ്ജിക്ക് മുൻപാകെ രഹസ്യമൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. 2024-ലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വീട്ടിൽ വെച്ച് 11-കാരിയായ മകളെ ലൈംഗികാതിക്രമത്തിന് അജി കൃഷ്ണൻ ഇരയാക്കിയെന്ന് പരാതിയിൽ പറയുന്നു. ഏപ്രിൽ 7-ാം തീയതി സ്കൂളിൽ വെച്ച് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ശിശു സംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പരാതി നൽകിയത്. എന്നാൽ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് HRDS ആരോപിക്കുന്നു. അത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ന്യൂസ് തന്നെയാണ്. അത് അങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് തിങ് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഒരു എംപ്ലോയി അവരുടെ ഒരു ഈഗോ ബാറ്റിലാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ പ്രതിച്ഛായയെ തകർക്കാനുള്ള ശ്രമമാണെന്നും പരാതിക്കാരനെതിരെ സ്ഥാപനത്തിൽ നിരന്തരം പരാതികൾ വന്നിട്ടുണ്ടെന്നും സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു. പരാതിക്കാരൻ സ്ഥാപനത്തിൽ പല ക്രമക്കേടുകളും നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ക്രമവിരുദ്ധ നടപടികൾക്കെതിരെ HRDS പരാതി നൽകുമെന്നും അറിയിച്ചു. 24 ഡൽഹി. ലൈംഗികാതിക്രമ കേസിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ടെന്ന് കോടതി. രഞ്ജിത്തിന് ജാമ്യം നൽകിയ ഉത്തരവിലാണ് കോടതി നിരീക്ഷണം. കേസിൽ സഹസംവിധായിക ശാലിനിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തനിക്കെതിരെയുള്ള പരാതി വ്യാജമെന്നായിരുന്നു രഞ്ജിത്തിന്റെ ആരോപണം. എന്നാൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളുമായി രഞ്ജിത്തിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പ്രഥമദൃഷ്ട്യാ പ്രകടമെന്നാണ് കോടതി നിരീക്ഷണം. പ്രതിയുടെ ആരോഗ്യസ്ഥിതി, ചുമത്തിയ കുറ്റങ്ങളിൽ 5 വർഷത്തിൽ താഴെയാണ് പരമാവധി ശിക്ഷ എന്നിവ പരിഗണിച്ച് ജാമ്യം നൽകുന്നതെന്നും കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കി. പ്രതിയുടെ ആരോഗ്യസ്ഥിതിയും പ്രായവും സാമൂഹ്യ ബന്ധവും കണക്കിലെടുക്കുമ്പോൾ ഒളിവിൽ പോകാനുള്ള സാധ്യത കുറവാണ്. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷിയെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷൻ ആശങ്ക ഗൗരവമായി കാണുന്നുവെന്നും കോടതി പറഞ്ഞു. മാർച്ച് 31-ന് തൊടുപുഴയിൽ നിന്ന് അറസ്റ്റിലായ രഞ്ജിത്ത് ജാമ്യം ലഭിച്ചതോടെ ഇന്നലെയാണ് എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. കേസിൽ രഞ്ജിത്തിന്റെ സഹസംവിധായക ശാലിനിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്ന സംശയത്തിലാണ് നടപടി. കേസിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നാണ് ശാലിനിയുടെ മൊഴി. കേസിൽ 2 പേരുടെ കൂടി രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ച ശേഷം രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ അത്യാധുനിക ന്യൂറോ ആൻഡ് സ്പൈൻ ചികിത്സാ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നൂതനമായ ന്യൂറോ സർജറി ചികിത്സാ രീതികൾ ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ പറഞ്ഞു. മെഡിക്കൽ സൂപ്രണ്ടും കാർഡിയോ തൊറാസിക് വാസ്കുലർ സർജനുമായ ഡോക്ടർ ഗീവർഗീസ് K. മാത്യു, ന്യൂറോ സർജന്മാരായ ഡോക്ടർ വിഷ്ണു PS, ഡോക്ടർ ശ്രീനാഥ് PR, ന്യൂറോ അനസ്തേഷ്യ കൺസൾട്ടന്റ് ഡോക്ടർ മെൽവിൻ K. നയനാൻ എന്നിവർ സംസാരിച്ചു. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.